എങ്ങനെയുണ്ടായിരുന്നു സ്റ്റേ എങ്ങനെയുണ്ടായിരുന്നു? ഇത്ര ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്നുള്ളത് ചിന്നക്കനാൽ മൗണ്ടൻ ക്ലബ്ബ് റിസോർട്ടിലാണ്. AVT ഫാമിലിയുടെ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യുന്നത്. ഈ റിസോർട്ടിലെ എല്ലാ ഭാഗങ്ങളും അതുപോലെ തന്നെ ഈ സ്റ്റേയുടെ വിശേഷങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഏരിയയൊക്കെ ഒന്ന് കാണാം. വളരെ ഭംഗിയുള്ള ഒരു ഏരിയ ആണ്. കാരണം മൗണ്ടൻ ക്ലബ്ബ് റിസോർട്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ചുറ്റും തന്നെ വലിയ മൗണ്ടൻ തന്നെ കാണാം. പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ കോടയൊക്കെ ഇറങ്ങി നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആണിത്. ഷാന, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ റിസോർട്ടിലെ സ്റ്റേ കാര്യങ്ങളൊക്കെ? റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി സൂപ്പർ റിസോർട്ടാണിത്. ഇത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ മെയിനായിട്ട് ഇവിടെ ഇതിൻ്റെ അറ്റ്മോസ്ഫിയർ ഇവിടെ ഈ ഏരിയയിലെ എന്താ പറയുക, ഓരോ കോട്ടേജുകൾ ഒരു പഴയ നമ്മളൊരു ബ്രിട്ടീഷുകാരുടെയൊക്കെ ഒരു അല്ലെങ്കിൽ നമുക്കൊരു യൂറോപ്യൻ സ്റ്റൈലിൽ ചെയ്തേക്കണ ഒരു കരിങ്കല്ലിൽ തീർത്തേക്കണ കോട്ടേജുകൾ, അത് അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു വൈബാണത്. നമുക്ക് ഇവിടെ മൊത്തത്തിൽ എന്താ പറയുക, സൂപ്പർ വൈബാണ്. നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തടുത്ത് ഇങ്ങനെ കോട്ടേജുകൾ വന്നിരിക്കുന്നതുകൊണ്ട് ചെറിയ ചെറിയ ഫാമിലികൾ ഇങ്ങനെ അടുത്ത് താമസിച്ച്, പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 150 പേരോളം ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ അടുത്ത അയൽവക്കക്കാരെന്ന പോലെ രീതിയിൽ സ്റ്റേ ചെയ്തുള്ളൊരു അനുഭവമാണ്. കാരണം ഇപ്പോൾ പലപ്പോഴും ഇത്രയധികം ഒരു ആളുകളുമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കോട്ടേജുകൾ കിട്ടാൻ ചാൻസ് കുറവാണ്. ഒരു റിസോർട്ടുകൾ വളരെ അപൂർവമായിരിക്കും എന്നാണ് തോന്നണത് നമുക്ക്. എന്തായാലും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് എന്തുകൊണ്ടും വലിയൊരു ടീമിന് വന്ന് ഇവിടെ സ്റ്റേ ചെയ്ത് പോകാനുള്ളൊരു സൗകര്യം ഇവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ സർവീസുകളാണെങ്കിലും നല്ല വളരെ ബെറ്ററാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളം എല്ലാ കാര്യങ്ങളിലും വലിയ കാര്യങ്ങളൊന്നും സർവീസുകളിൽ ആർക്കും ഇതുവരെ ഒരു പരാതി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മൂന്നാറിൽ ചിന്നക്കനാലിലാണ്. നമ്മൾ സൂര്യനെല്ലിയിലേക്ക് പോകുന്ന റൂട്ടിൽ തന്നെയാണ് ഈ റിസോർട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കൊളുക്കുമലയ്ക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാൻ നല്ലൊരു ആംബിയൻസ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നമ്മളൊരു വേറൊരു സ്ഥലത്ത് എത്തിയേക്കണ പോലത്തെ ഒരു ആംബിയൻസ് ആണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിങ്കല്ലിൽ പണിതിരിക്കുന്ന ബിൽഡിങ്ങുകളൊക്കെയാണ്. അപ്പോൾ ഒരു യൂറോപ്യൻ സ്റ്റൈൽ എന്ന് തന്നെ നമുക്ക് പറയാം. മൂന്നാറിൻ്റെ മനോഹരിത ഒട്ടും തന്നെ പോവാത്ത രീതിയിലുള്ള സ്ട്രക്ചറിങ് കാര്യങ്ങളെല്ലാം തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. എടാ, അത് രാവിലെ എണീറ്റവൻ എന്തേ? ഞങ്ങൾ സ്റ്റേ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്തേക്കാണ്. എല്ലാ ഭാഗവും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നത് ഒരു സെൽഫി പോയിന്റ് ആണ്. ബാനറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ തൊട്ട് അയൽവക്ക വീട്ടിലേക്ക് പോകുന്ന പോലെയാണ്. അടുത്തടുത്ത് ഇങ്ങനെ വില്ലകളാണ്, ഒരേപോലത്തെ ഉള്ള വില്ലകൾ. അപ്പോൾ നല്ലൊരു നമുക്ക് എന്തെന്ന് പറയണത്, നമുക്ക് ഒരു ഗ്രൂപ്പായിട്ടുള്ള സ്റ്റേക്ക് നമുക്ക് ഏറ്റവും അനുയോജ്യമായൊരു സ്ഥലം തന്നെയാണത്. ഇപ്പോൾ രാവിലെ തന്നെ എല്ലാവരും എണീറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റെഡി ആയി കഴിഞ്ഞവരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു സ്റ്റേ? എങ്ങനെയുണ്ടായിരുന്നു? രാത്രി എങ്ങനെയുണ്ടായിരുന്നു? തണുപ്പൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അതെ, ഇവിടെ ഞങ്ങളുടെ പ്രൊഫഷണൽസ് ഇവിടെ വന്നിട്ടുണ്ട്. മൊത്തം പിടിക്കണ്ട. എങ്ങനെയുണ്ടായിരുന്നു രാത്രിയിലത്തെ തണുപ്പ്? കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അടിച്ചു പൊളിച്ചു. ആവശ്യത്തിനുള്ള ഒരു തണവാണ്. കോടൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ടോയ്ലറ്റ് പെടാ, ഇതാ ഒരു ഫാമിലി ആയിട്ട് വരുമ്പോ ടോയ്ലറ്റ് നല്ലതാണോ? ചൂടുവെള്ളം കാര്യങ്ങളെല്ലാം അല്ല, ഇത്ര ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാനുണ്ട്. ഒരു ബ്രഷ്, ഒരു അതെ ഞങ്ങളുടെ റൂമിൽ എണ്ണത്തിന്
ഉണ്ടായിരുന്ന ആ 2 ബ്രഷ് അല്ലല്ലോ, ഒരു റൂമിൽ 2 ബ്രഷ്, അടുത്ത റൂമിൽ 2 ബ്രഷ്. അങ്ങനെയല്ലല്ലോ വേണ്ട. ഒരു റൂമിൽ 2. അങ്ങനെ അല്ല, ഇതിപ്പോ സ്പെഷ്യൽ സ്റ്റേ ആയില്ലേ, അത് കാരണം കൊണ്ടായിരിക്കും ചിലപ്പോ. അല്ല അല്ല, സാധാരണ വരുമ്പോ ഒരു റൂമിൽ 2 അവര് അക്കോമഡേഷൻ ഒരു ഇതില് 6 പേർക്കാണല്ലോ. അപ്പൊ ആ 6 പേർക്കല്ല, ശരിക്കും എനിക്ക് 2 പേരേ ഉള്ളൂ. അതെ, ശരിയാണ്. അവരത് ശരിക്കും അവര് ഉദ്ദേശിക്കുന്നത് 2 4 പേരാണ്. അങ്ങനെയാണ്. അതാണ്. അപ്പൊ 4 ബ്രഷ്, ടൂത്ത് പേസ്റ്റ്. പക്ഷെ നമ്മള് അങ്ങനെ ഒരു കാര്യം പറയട്ടെ, അത് പറ്റൂല. അല്ല, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല, താഴെ 2 മേളിൽ 2. ശരിക്കും അതാണ് ഈ ടിവി എന്തിനാ വെറുതെ വെച്ചേക്കാണ്? ചാർജ് ചെയ്തിട്ടില്ല. അത് ഫ്രീ ചാനൽ മാത്രമായിരിക്കും കിട്ടുന്നത്. ചാനൽ പോലും ഞങ്ങൾക്ക് കിട്ടും. എന്തായാലും ഞങ്ങൾക്കൊന്നും ടി വി കാണാനുള്ള സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ മൊത്തം എന്റർടൈനിങ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ മീനുകളെ വളർത്തുന്ന ഒരു ഏരിയ കാണാം. അപ്പോൾ അവിടേക്ക് ഞങ്ങളൊന്ന് പോയി കണ്ടു. നല്ലൊരു ആംബിയൻസാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വരും, കൈക്ക് വരും. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് സെറ്റ്. അപ്പോൾ ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. അപ്പോൾ എന്തൊക്കെ ഐറ്റങ്ങൾ അവർ നമുക്ക് വേണ്ടി ചെയ്തേക്കണേന്ന് നോക്കാം. അപ്പോൾ നമ്മൾ റിസപ്ഷനിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ റൂമിൻ്റെ റേറ്റ് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ ബെഡ് വരുന്നതിന് 7200 രൂപയാണ് അവർ പറഞ്ഞത്. സീസൺ അനുസരിച്ച് റേറ്റിൽ വേരിയേഷൻ വരും. അതിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. പിന്നെയുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസ്, അതായത് മൗണ്ടൻ റോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എക്സ്ട്രാ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണം. ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയ ആണത്. അതിൻ്റെ അടുത്ത് തന്നെയാണ് സ്വിമ്മിംഗ് പൂളും വരുന്നത്. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റ്, സ്വിമ്മിംഗ് പൂളിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ്. ഗ്രൂപ്പായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫുഡ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ വളരെ നാച്ചുറലായിട്ടുള്ള ഇഡ്ഡലി അതുപോലുള്ള കാര്യങ്ങളൊക്കെ മാത്രമാണ് എടുത്തത്. എല്ലാത്തരം ഐറ്റങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് തന്നെ ഫുഡുകൾ കഴിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു രസം ഇവിടെ ഉണ്ടായിരുന്നു. റെസ്റ്റോറൻറ്റ് നല്ല സൗകര്യമുള്ളൊരു റെസ്റ്റോറൻറ്റാണ്. ഫാമിലിയായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ധാരാളം ഉണ്ട്. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് പുറത്തെ വശത്തേക്കും ടേബിളൊക്കെ അറേഞ്ച് ചെയ്ത് അവർ റെഡിയാക്കിയിട്ടുണ്ട്. കാരണം അവിടെ ഇരുന്ന് നമുക്ക് പുറത്തെ കാഴ്ചകൾ കണ്ട് ഭക്ഷണം കഴിക്കാം. അപ്പോൾ നല്ലൊരു ആംബിയൻസാണ് റെസ്റ്റോറൻറ്റ് ഉള്ളിലും. അപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം ഒക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളിവിടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം എന്താണെന്നുള്ളതൊക്കെ ഈ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ട് മുന്നിലായിട്ട് തന്നെയാണ് പൂള് വരുന്നത്. പലപ്പോഴും ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ നടക്കുമ്പോൾ ഒരു ഇംഗ്ലീഷ് മൂവിയിലുള്ള കുറേ സ്ഥലങ്ങളൊക്കെ പോലെ നമുക്ക് തോന്നും. കാരണം അതുപോലത്തെയുള്ള ഒരു ആംബിയൻസാണ്. കാരണം ഇവിടുത്തെ ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്തെ പോലത്തുള്ളൊരു സ്ട്രക്ചറുകളൊക്കെയാണ്. അപ്പോൾ അത് കാരണം നമുക്കിത് പെട്ടെന്ന് കാണുമ്പോൾ ഒരു ഇംഗ്ലീഷ് മൂവി ലൊക്കേഷനിലേക്ക് നടക്കുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട് ഇതൊക്കെ.
ഇവിടെ മറ്റൊരു സെൽഫി കോർണറാണ്. ഇവിടെ പല ഭാഗങ്ങളിലും ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പഴയ കാലത്തെ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പഴയ ഇംഗ്ലീഷ് മൂവികളിലെ പല സിനിമകൾ, ഫാൻറ്റസി മൂവികളിലേക്ക് പോലത്തെ സ്ഥലം പോലെ തന്നെ നമുക്ക് തോന്നുന്നുണ്ടത്. സ്റ്റേ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എക്സ്പീരിയൻസ് കൊള്ളായിരുന്നു, അടിപൊളി. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. സൂപ്പറായിരുന്നു, എല്ലാം സൂപ്പർ. ശരിക്കും പറഞ്ഞാൽ വളരെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ഓരോ കോട്ടേജുകളും ചെയ്തിരിക്കുന്നത്. കോട്ടേജിൽ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന കോട്ടേജുകളിലെല്ലാം തന്നെ 2 ബെഡ്റൂമാണുള്ളത്. അപ്പോൾ നമുക്ക് കോട്ടേജിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം. പ്രധാനമായിട്ടും 2 ബെഡ്റൂമുണ്ട്, അതായത് 4 പേർക്ക് താമസിക്കാം. 2 ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഈ കരിങ്കല്ല് വെച്ച് പണിതിരിക്കുന്ന രീതിയിൽ ചെയ്തേക്കണ ഒരു ഇതെന്ന് പറയുന്ന ഒരു പോട്ടൊക്കെ ഉള്ള ഒരു രീതിയിൽ, അതായത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ബിൽഡിങ്ങുകളാണ് മൊത്തം കാണുന്നത്. ഇപ്പോൾ ഞങ്ങൾ വെക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിനി റൂമിൻ്റെ ഉൾവശങ്ങളൊക്കെ കാണിച്ചു തരാം. അതായത് ഒരു ഗ്രൂപ്പ് ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ 2 ഫാമിലിക്ക് താമസിക്കാവുന്ന കോട്ടേജാണിത്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗങ്ങൾ, അതിൻ്റെ സൗകര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇത് 2 ഷെയർഡ് ആയിട്ടുള്ള റൂമുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 6 പേർക്ക് താമസിക്കാൻ വേണ്ടി അവർ സെറ്റ് ചെയ്ത് തന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കാണ് ഒരു റൂം വരുന്നത്. ആ റൂമിൻ്റെ ഭാഗങ്ങൾ ബെഡ്റൂം, 2 പേർക്ക് കഴിയാവുന്ന ബെഡ്റൂം, അതുപോലെ തന്നെ ബാത്റൂം ഏരിയ ഉണ്ട്. ബാത്റൂമൊക്കെ നോക്കുകയാണെങ്കിൽ ഹൈജീൻ ആയിട്ടുള്ള ബാത്റൂം ഒക്കെയാണ്. ഷവർ, അതുപോലെ തന്നെ ഹോട്ട് വാട്ടറൊക്കെ ഉണ്ട്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടു. ഇനി നമുക്ക് അകത്തേക്ക് വീണ്ടും പോവാം. ഇപ്പോൾ TV സൗകര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത റൂമിൻ്റെ ഭാഗത്തേക്ക് പോവാം. അപ്പോൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ മറ്റൊരു റൂമുണ്ട്. അതിൻ്റെ റൂമിൻ്റെ ബാത്റൂം, അതായത് ഇത് 2 ഫാമിലിക്കുള്ള ഷെയർഡ് റൂമാണ്. ഇവിടെയുള്ളത് ബാത്റൂം കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ബെഡ്റൂം. നല്ലൊരു ഏരിയ ഉള്ള സ്ഥലമാണിത്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഒരു ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പാക്കേജ് കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ച് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്റ്റേ ആണ് കേട്ടോ ഈ മൗണ്ടൻ ക്ലബ്ബ് റിസോർട്ട്. അപ്പോൾ ധാരാളം കോട്ടേജുകളുണ്ട്. ഇങ്ങനെ അടുത്തടുത്തായിട്ടുള്ള കോട്ടേജുകളാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ. കാണാൻ ഭംഗിയുള്ള കാഴ്ചകളും നല്ല കാലാവസ്ഥയൊക്കെയാണ് ഇവിടെ. അപ്പോൾ ഗ്രൂപ്പായിട്ടുള്ളൊരു സ്റ്റേ ആയിരുന്നു ഞങ്ങളുടെ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട്. ഏകദേശം 150 പേരോളം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഈ ട്രൂപ്പിനകത്ത്. അപ്പോൾ അത്രയും ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം ഏകദേശം 50 കോട്ടേജുകളോളം ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. മൗണ്ടൻ ക്ലബ്ബ് റിസോർട്ടിലെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണും വരെ ബൈ.